ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ 3 പ്രക്രിയകളാണ് അസത് പദാർത്ഥങ്ങൾക്കെല്ലാം സംഭവിക്കുന്നത്. ഉണ്ടാവുക, നിലനിൽക്കുക, തിരോഭവിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഇങ്ങനെ 3 എണ്ണം. ഈ 3 എണ്ണവും നിർവഹിക്കുന്നത് ഈശ്വരനാണ്. വാസ്തവത്തിൽ ഈ നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ആ പരമ്പൊരുളായിരിക്കുന്ന ആ ശക്തിയാണ് സൃഷ്ടി നടത്തുമ്പോൾ ബ്രഹ്മാവായതും സ്ഥിതിപാലകനായ വിഷ്ണുവായതും അതുപോലെ സംഹാരമൂർത്തിയായിരിക്കുന്ന ശിവനായതും. ഒരേ ശക്തി 3ആയി പിരിഞ്ഞപ്പോഴാണ് ഈ ത്രിമൂർത്തികൾ ഉണ്ടായത്. അതിനാൽ സൃഷ്ടിസ്ഥിതി ലയശക്തിയോടൊപ്പം എന്നും ഭഗവാൻ, സൃഷ്ടിസ്ഥിതി ലയശക്തിയോടൊപ്പം എന്നും ഭഗവാൻ വിളങ്ങിയിടുന്നു. ഈശൻ തൻ സങ്കല്പശക്തിയിൽ നിന്നും മറ്റെല്ലാ ശക്തിയും ഉത്ഭവിപ്പൂ. ഈശൻ തൻ സങ്കല്പശക്തിയിൽ നിന്നും ഈ ത്രിഗുണങ്ങൾക്കും അല്ലെങ്കിൽ ത്രിമൂർത്തികൾക്കും അതീതമായിരിക്കുന്ന ആ ശക്തിക്കാണിവിടെ ഈശൻ എന്ന് പറഞ്ഞിരുന്നു. ഈശൻ്റെ സങ്കല്പം കൊണ്ടാണ് ഈ ത്രിമൂർത്തികൾ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ പരമേശ്വരൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാർവതീദേവി ചെന്ന് പരമേശ്വരനോട് ചോദിച്ചു, ദേവ, അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന്. അപ്പോൾ മഹാദേവൻ പറയുകയാണ്, ദേവി, സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവനും സ്ഥിതിപാലകനായിരിക്കുന്ന വിഷ്ണുദേവനും സംഹാരമൂർത്തിയായിരിക്കുന്ന മഹാദേവനും മേലെ, ഇത് 3ഉം ഏതൊന്നിൽ നിന്നാണോ ഉണ്ടായിരിക്കുന്നത് ആ ദേവനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് എന്ന്. ആ ദേവനിൽ നിന്നും രൂപാന്തരപ്പെട്ടുണ്ടായതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ഒരാൾ തന്നെയാണ് 3 ജോലികൾ ചെയ്യുമ്പോൾ 3 പേരിൽ അറിയപ്പെടുന്നത്. ഇത് 3ഉം 3 വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. നമ്മൾക്ക് പലപ്പോഴും പല പേരിൽ നമ്മളെ വിളിക്കാറുണ്ടല്ലോ. ഒന്നാമത്തത്, ഒരു അച്ഛൻ, വീട്ടിലെ ഗൃഹനാഥൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നത് ഭർത്താവായിട്ടാണ്. പുത്രൻ അദ്ദേഹത്തെ കാണുന്നത് അച്ഛനായിട്ടാണ്. സഹോദരൻ അദ്ദേഹത്തെ കാണുന്നത് സഹോദരനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മകനായിട്ട് കാണുന്നു. അപ്പോൾ മകനായും ഭർത്താവായും സഹോദരനായും കാണുന്നത് ഒരേ വ്യക്തിയാണ്. ഒരേ വ്യക്തിക്കാണ് പല പേരുകൾ പറയപ്പെടുന്നത്. അതുപോലെ നാം ജോലിക്ക് പോകുമ്പോൾ, ഓഫീസിലേക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കും. പാടത്തേക്കാണ് നാം ഇറങ്ങുന്നതെങ്കിൽ ആ ഡ്രസ്സായിരിക്കില്ല ധരിക്കുന്നത്. ഓരോ ജോലിക്കനുസരിച്ച് ഡ്രസ്സ് മാറുന്നു. നേരെ മറിച്ച് കുളിക്കാനിറങ്ങുമ്പോൾ നാം ആ പുതുവസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി ഒരു പഴയ തോർത്തെടുത്തായിരിക്കും കുളിക്കാനിറങ്ങുന്നത്. അപ്പോൾ ഓരോ പ്രവൃത്തിക്കും വസ്ത്രങ്ങൾ മാറുന്നത് പോലെ നമ്മുടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന 3 ജോലിക്കും ഒരാൾ തന്നെ 3 വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ആ വസ്ത്രമാണ് 4 മുഖത്തോടുകൂടിയ ബ്രഹ്മാവും 4 കൈകളോടുകൂടിയ വിഷ്ണുവും അതുപോലെ സർപ്പവും ചന്ദ്രകലയും മാന്തോലും മുറിത്തിരിക്കുന്ന ശിവനെയും നമ്മൾ കാണുന്നത്. 3ഉം 3 രൂപത്തിൽ വർത്തിക്കുന്നു. പക്ഷേ ആളൊന്ന് തന്നെ. 3 ഉടുപ്പ് ധരിച്ചത് കൊണ്ട് ആൾ മാറുന്നില്ല. ഒരാൾ തന്നെയാണ് 3 ഉടുപ്പ് ധരിച്ചിരിക്കുന്നത്. അപ്രകാരത്തിലാണ് നാം എല്ലാം കാണേണ്ടത്.
ഒരേ സൂര്യൻ തന്നെ 10 ബക്കറ്റുകളിൽ വെള്ളം നിറച്ചാൽ ആ നട്ടുച്ച നേരത്ത് മുറ്റത്ത് വെച്ച് കഴിയുമ്പോൾ ആ 10 ബക്കറ്റുകളിലും പൂർണ്ണ സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സൂര്യന്മാർ 10 ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു സൂര്യൻ ആ 10 ബക്കറ്റുകളിലും ഒരേപോലെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരേ ഈശ്വരൻ തന്നെയാണ് ഈ സർവചരാചരങ്ങളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഒരു വ്യക്തി ആണിലും പെണ്ണിലും ഒന്നും വേറെ വേറെയല്ല, ഒരേ ശക്തി തന്നെയാണ് നാനാരൂപങ്ങളിൽ പ്രതിഭാസിക്കുന്നത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ്റെ രൂപത്തിലും ആടിൻ്റെ രൂപത്തിലും കോഴിയുടെ രൂപത്തിലും ആനയുടെ രൂപത്തിലും എല്ലാം അതിനെ നിലനിർത്തുന്നത് ആ സർവേശ്വരൻ ആണെന്ന ബോധം നാം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. സൃഷ്ടിസ്ഥിതിലയ ശക്തിയോടൊപ്പം എന്നും ഭഗവാൻ വിളങ്ങിയിടുന്നു. ഈശൻ തൻ സങ്കല്പശക്തിയിൽ നിന്നും മറ്റെല്ലാ ശക്തിയും ഉത്ഭവിപ്പൂ.